പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നോമ്പ് 3-ാം ദിവസം, ഫെബ്രുവരി മാസം 18-ാം തീയതി ബുധനാഴ്ച. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. ദുഷ്പ്രേരണകൾ നൽകാതിരിക്കേണ്ടതിനെ കുറിച്ചാണ് ഈശോ ഈ തിരുവചന ഭാഗത്ത് പറയുന്നത്. ഒരു കാര്യം, ആ കാര്യത്തിൻ്റെ 2 വശങ്ങൾ, ലോകത്തിലെ ഏറ്റവും നല്ല കാര്യവും മറുവശം ലോകത്തിൻ്റെ ഏറ്റവും മോശമായ കാര്യവുമായിട്ട് മാറുന്ന ആ പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് ഈശോ ഇന്ന് തിരുവചനത്തിൽ പറഞ്ഞു തരുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു മോശമായ പ്രേരണ നൽകി, ഒരു ദുഷ്പ്രേരണ നൽകി, ഒരു തെറ്റായ മാതൃക നൽകി ദൈവത്തിൽ നിന്ന് ഒരാളെ അകറ്റുന്നത്, ഈശോയിൽ നിന്ന് ഒരാളെ മാറ്റുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും മോശമായ കാര്യവും, എന്നാൽ അതിൻ്റെ മറുവശത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈശോയിലേക്ക് വളരുന്നതിന് കൂടുതൽ നല്ല പ്രേരണ നൽകുന്നത്, നല്ല മാതൃക നൽകുന്നത്, നല്ല പ്രചോദനം നൽകുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ കാര്യവുമായി ഈശോ പറയുന്നു. ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക എന്ന് മാത്രമല്ല, നല്ല മാതൃക കൊടുക്കുക കൂടി ചെയ്യേണ്ടത് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്ന ശരീരത്തെക്കുറിച്ച് ഈശോ പൊതുവായി പറഞ്ഞിട്ട് 3 ശരീരഭാഗങ്ങളെ ഈശോ പ്രത്യേകം എടുത്തു പറയുന്നു: കയ്യ്, കാല്, കണ്ണ്. ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ എത്രയോ കാര്യങ്ങളാണ് എപ്പോഴും കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൈയാണ് ചെയ്യുന്നതിന് വേണ്ടി, ഓരോന്നും എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് മനസ്സ് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നമ്മുടെ കാലുകളാണ്. ഒരുപക്ഷെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നത് കാലുകളും കൈകളും കണ്ണുകളുമാണ്. ഈശോ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്: നിന്റെ കൈയോ കാലോ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിയെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഒരു ഹാഫ് മെഷേഴ്സ് ഒന്നും ഈശോ ഇവിടെ പറയുന്നില്ല. ഒരു കോംപ്രമൈസ് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈശോ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ഒരു കാര്യം ഒരാളെ അകറ്റുന്നെങ്കിൽ അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ട, എത്ര അത്യാവശ്യമുള്ള കാര്യമായാലും അതിനോട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ, അതിനോട് യാതൊരു അനുകമ്പയും ഇല്ലാതെ എത്രയും വേഗം അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക, വെട്ടിമാറ്റുക എന്നുള്ള വളരെ കട്ടിയായ കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഈ നിത്യോപയോഗ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് അടുക്കുന്നതിന് ഈ കാര്യങ്ങൾ അയാൾക്ക് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ തുടർച്ചയായി ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രധാനപ്പെട്ട കാര്യത്തെക്കാളും വലുതാണ് ദൈവം എന്ന നമ്മുടെ ജീവിതത്തിലുണ്ടാവേണ്ട അത്യാവശ്യം. ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തെ രണ്ടാമതാക്കിക്കൊണ്ട് മറ്റൊന്നും 1-ാം സ്ഥാനം അലങ്കരിക്കാൻ പാടില്ല എന്ന് ഈശോ പറയുന്നു. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയുടെ തരംതിരിക്കലിനെ ഒഴിവാക്കി കടന്നു വരുന്ന പാപങ്ങൾ, ആ പാപങ്ങൾക്ക് കാരണമാകുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഒരു തരത്തിലും വച്ചുപറപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഈശോ പറയുന്നത്. നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ യാത്രകൾ എല്ലാം ഇന്നു മുതൽ വിശുദ്ധമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ കണ്ണുകൾ നല്ലത് കാണാൻ വേണ്ടിയുള്ളതാണ്. ദൈവം നൽകിയ കൈകൾ നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ദൈവം നൽകിയ പാദങ്ങൾ, ദൈവം നൽകിയ ശരീരം, ദൈവം നൽകിയ മനസ്സും ഹൃദയവും നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. നമ്മുടെ കണ്ണുകളെയും സംസാരത്തെയും നിയന്ത്രിക്കാനുള്ള പ്രത്യേക ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പ് കാലത്ത് ദൈവം നമുക്ക് നൽകുന്നത്. നമ്മുടെ ശരീരവും ഹൃദയവും എപ്പോഴും വിശുദ്ധമായിരിക്കാനും, ദൈവത്തെ ചിന്തിക്കാനും, ദൈവത്തെ കാണാനും,
ദൈവത്തിലേക്ക് യാത്ര ചെയ്യാനും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാനും നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്താം. ആമേൻ.